ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള ശോഭയിൽ നിറഞ്ഞിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ഒരു ആഴ്ചയുടെ പ്രത്യേകത എന്താണെന്നറിയാം? ഈ ആഴ്ചയ്ക്ക് സഭ എന്നാ പറയുന്നത്? ഈ ആഴ്ചയ്ക്ക് ഇവിടെ ജോസഫ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാ ഈ ആഴ്ചയുടെ പ്രത്യേകത? ഈ ആഴ്ചയ്ക്ക് എന്നാ സഭ വിളിക്കുന്നറിയോ? ഒരാഴ്ചക്കാലത്ത് ഒരു പിടുത്തമില്ലല്ലേ? നിങ്ങൾ ഈ ഫോണൊക്കെ നോക്കുന്ന ആളുകളല്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യും. ഹേബോറോ ആഴ്ച എന്നാണ് ഈ ആഴ്ചയ്ക്ക് തന്നെ പേര് പറയുന്നത്. എന്താണ് ഇങ്ങനെ ഹേബോറോ ആഴ്ച എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാം? അറിയാം, ആദ്യകാലങ്ങളിലൊക്കെ സഭയൊക്കെ രൂപീകരിക്കപ്പെടുന്ന ആ സമയത്ത് സഭയിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ മാമോദീസ സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു നാളാണ് ഈ ആദ്യത്തെ ഈ ഒരാഴ്ച എന്ന് പറയുന്നത്. വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ശുഭ്രവസ്ത്രധാരികളായിട്ട് അവർ മാമോദീസ സ്വീകരിക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു വെണ്മയുടെ വസ്ത്രങ്ങളെ ധരിക്കുന്ന ഉയർപ്പ് പെരുന്നാളിന് ശേഷമാണ് സഭയിലേക്ക് അവർ ചേർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഹേബോറോ ആഴ്ച, അല്ലേ? ആ വെണ്മയുടെ വെളിച്ചത്തിന്റെ ആ ഒരാഴ്ച എന്നതിനെ വിശേഷിപ്പിക്കും. അപ്പോൾ ഈ ബാഹ്യമായിരിക്കുന്ന നമ്മുടെ സൗന്ദര്യങ്ങൾക്ക് പല കൺസെപ്റ്റുകളും, അല്ലെ? നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പറയും നല്ല ഫെയർ ആയിട്ട് അല്ലെ വെളുത്തിരിക്കുന്നതാണ് സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടോ? ഇല്ലേ? പിന്നെ ഇതിന് പൗഡർ ഇടുന്നു, പിന്നെ ഈ വെളുക്കാൻ വേണ്ടിയുള്ള ക്രീമൊക്കെ പിന്നെ നമ്മളിങ്ങനെ തൂക്കുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞ നല്ലതാ പറയുന്നത് ആണല്ലോ. നമ്മൾ പറയുന്ന കാര്യത്തിന് നമ്മൾ ഉറച്ചു നിൽക്കും. നമ്മുടെ ഇവിടെ നാട്ടിലെയൊക്കെ നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെളുത്തിരിക്കുന്നതൊക്കെയാണ് അതിൻ്റെ അകത്ത് സൗന്ദര്യം നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ആണ്. അപ്പൊ ഞാൻ ചോദിക്കും, ഈ സോറിയാസിസ് പിടിച്ചിരിക്കുന്ന ആൾക്ക് ഞാൻ അങ്ങനെ ഒരു അസുഖത്തെ കുറിച്ച് കളിയാക്കി പറയുന്നില്ല, നല്ലതായിട്ട് വെളുത്തിരിക്കുന്ന അതാണോ സൗന്ദര്യം? അല്ല. വെസ്റ്റ് ഇൻഡീസ് പോലുള്ളതായ സ്ഥലങ്ങളിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ളവരെ കുറിച്ച് നോക്കുമ്പോഴത്തേന് അവർക്ക് വെളുത്തിരിക്കുന്നതാണോ അവിടെ സൗന്ദര്യം എന്ന് പറയുന്നത്? ആണോ? അല്ല. അപ്പോ ഓരോ നാടിനും ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്യൂട്ടി എന്നുള്ളതിന്, സൗന്ദര്യം എന്നുള്ളതിന് വിവിധങ്ങളായിരിക്കുന്ന കൺസെപ്റ്റുകൾ ഇല്ലേ? ഉണ്ട്. അപ്പോ ഈ ബ്യൂട്ടി, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞത് ഈ ഗ്ലോറി എന്നുള്ളത്, ശോഭ എന്ന് പറയുന്നത് അത് മുഖശോഭയാകാം, ആന്തരിക ശോഭയാകാം. ഇതെന്താണ് കുറച്ചുകൂടി അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ആഴത്തിലുള്ള അർത്ഥമാണ്. സൗന്ദര്യം എന്നുള്ളത് ബാഹ്യമായിരിക്കുന്ന അർത്ഥങ്ങളിലേക്ക് അല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹ കൂദാശയിലൊക്കെ പറയുന്നത്, ബാഹ്യമായിരിക്കുന്ന അലങ്കാരങ്ങളെക്കാൾ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ മുദ്ര കുത്തപ്പെടട്ടെ എന്നൊക്കെയാണ് നമ്മൾ അവിടെ ചൊല്ലാറുള്ളത്. അതാണ് ദൈവത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബാഹ്യമായിരിക്കുന്ന സൗന്ദര്യങ്ങളോ അലങ്കാരങ്ങളോ ഒരുക്കങ്ങളോ എന്നതിനപ്പുറമായിട്ട് ദൈവം നൽകുന്നതായ ആ ഒരു ശോഭയിലേക്ക്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതായ ഒരു ശോഭയിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ദിവസമായിട്ട് പറയുന്നത് ദൈവം വലിയവൻ, ഞാനോ ചെറിയവൻ. ഇതാരും പറഞ്ഞ കൺസെപ്റ്റാണറിയാം? അറിഞ്ഞോ? ഇതാരെങ്കിലും ഒരു കാര്യം പറഞ്ഞത്? നീയോ വളരണം, ഞാനോ കുറയണം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച ആളല്ല. നമ്മളൊക്കെ പറയാറുള്ളത് ഞാൻ വളരണം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ മാത്രം വളർന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൺസെപ്റ്റിൽ ഒരു സഭയിലെ ഒരു വിശുദ്ധൻ യേശുക്രിസ്തുവിനോട് തന്നെ പറയുന്ന ഒരു കാര്യം, അവനോ വളരണം, ഞാനോ കുറയണം. ധാരാ പറഞ്ഞു പറ. ഇങ്ങനെ പറഞ്ഞ ഒരാളെ കുറിച്ച് അറിയത്തില്ലേ? ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തല വരെ പോയ ആളാണ്. അതാ ഏറ്റവും വലിയ കുഴപ്പം. സത്യവും നീതിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തല വരെ പോകും. അവരെ ആർക്കും ഇഷ്ടമില്ല. ആരാന്നറിയാമോ? യോഹന്നാൻ മഗ്ദൂനി. അദ്ദേഹത്തോട് യോജിക്കുന്നുണ്ട്, നീയാണോ ക്രിസ്തു? നേരെ ഒന്നാ യോജിക്കുന്നു, യഹൂദന്മാരാണ് യോജിക്കുന്നത്. വേണേ ഞാൻ പറയായിരുന്നു, കുറെ നാളത്തേക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ആ പാർട്ടിയൊക്കെ വേണ്ടി അവർ പറഞ്ഞാൽ യോഹന്നാൻ മഗ്ദൂനി ക്രിസ്തു ആണ് എന്ന് തന്നെ അവർ വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്ന ആളുകളാണ്. അദ്ദേഹത്തിന്റെ രീതികളൊക്കെ ഉണ്ട്. പക്ഷെ യോഹന്നാൻ എന്നാ പറഞ്ഞറിയാം? നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വന്നിട്ട് നമുക്ക് ഇച്ചിരി മഹത്വം കിട്ടുമ്പോൾ ഞാൻ പറയുമ്പോൾ മാത്യൂസത്തിൽ ഒരു നല്ല കാര്യമൊക്കെ ചെയ്തിട്ട് ഈ പള്ളിയിലേക്ക് ആരും മാത്യൂസത്തിന് അറിയാൻ മേലാത്ത ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഞാനായിരിക്കും ഒരുപാട് മുന്നേ നിൽക്കുന്നത്. അച്ഛനാണോ മറ്റേ മാത്യൂസത്തിന്? വേണേ കുറച്ച് നേരത്തിനാണ് ഞാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് മേനിയൊക്കെ നടിച്ചു വേണമെങ്കിൽ നമ്മളിങ്ങനെ മറ്റൊരാളുടെ ഐഡന്റിറ്റി ഒക്കെ ഏറ്റെടുക്കാനായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം വരുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഞാനാ ചെയ്തെന്നൊക്കെ പറഞ്ഞ് അല്ലേ മേനിയൊക്കെ വേണം നടിക്കാം. പക്ഷെ യോഹന്നാൻ മഗ്ദൂനി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്നാണെന്നറിയാമോ?
നീയാണോ ക്രിസ്തു വരുവാനിരിക്കുന്നത്, നീയാണോ ഞങ്ങളുടെ രക്ഷകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? ഞാൻ അവന് മുന്നോടിയായിട്ട് വന്നവനാണ്, ഞാനവന് വഴി ഒരുക്കുവാൻ വന്നവനാണ്. അവനവന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഞാൻ അവന്റെ മുൻപിൽ നിന്ന് മാറിക്കൊടുക്കേണ്ടവനാണ് എന്നുള്ള ജീവിതത്തിൽ അവനവന്റെ കർത്തവ്യങ്ങളെ കുറിച്ച്, ദൗത്യങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് യോഹന്നാൻ മഗ്ദൂലൻ. അതുകൊണ്ടാണ് ആ മനുഷ്യന് ശക്തമായിട്ട് പറയാൻ പറ്റുന്നത്, ദൈവമാണ് വലിയവൻ, ഞാനതിലെ ചെറിയ, അവനാണ് വളരേണ്ടത്, ഞാനാണ് കുറേ. അവന്റെ ചെരുപ്പിന്റെ വാറുകളെ അഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി അവനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ട് മാറിക്കൊടുക്കാൻ തയ്യാറായ ഒരു വ്യക്തി. പ്രിയമുള്ളവരെ, നമ്മളിലുള്ളതായ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ബാഹ്യമായിരിക്കുന്ന നമ്മുടെ ഒരുക്കങ്ങളോ നമ്മളെ കാണാനുള്ള ഫെയർനെസ്സോ ഒന്നുമല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാണാൻ എന്ന് കൊള്ളുവരാന്നൊക്കെ പറഞ്ഞു, ആരും കാണാൻ കൊള്ളുവരാതെ. ഈ ദൈവം ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്ന ഓരോന്നും, ദൈവത്തിന്റെ സൃഷ്ടികളൊക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ ഭംഗിയുള്ളതാണ്. കാക്ക ഒരു വൃത്തിയുടെ ജീവിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറയും കാക്ക വേണ കറഞ്ഞിരിക്കുന്നതാണ്, കാക്ക കാന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രസവും ഇല്ലെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഭൂമിയിലുണ്ടല്ലോ ഇത്രയേറെ ക്ലീൻ ആക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു പക്ഷിയില്ല എന്നാണ് പറയുന്നത്. കാക്കയ്ക്ക് കാക്കയുടേതായിരിക്കുന്ന സൗന്ദര്യമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കുയില് മാടുന്നതിന് മുൻപിൽ കാക്കയിരിക്കുമ്പോഴായിരിക്കും ചിലപ്പം കാക്കയുടെ കാക്ക ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലേക്ക് ദൈവം സൃഷ്ടിച്ച ഓരോന്നിനും അതിൻ്റെതായിരിക്കുന്ന സൗന്ദര്യമുണ്ട്, അതിൻ്റെതായ ശോഭയുണ്ട്. നമുക്കൊക്കെ അതുണ്ട്. അത് നമുക്ക് ആന്തരിക ശോഭ നൽകുന്ന ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് യോഹന്നാൻ മഗ്ദൂലൻ കാണിച്ചു തരുന്ന പാഠം പോലെ മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയിട്ട് നമ്മൾ വളരാനായിട്ടല്ല നമ്മൾ ശ്രമിക്കുന്നത്. അവരുടെ മുൻപാകെ അവരും വളരട്ടെ, അവരവരുടെ മാഹാത്മ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളിലുള്ളതായ ആന്തരിക ശോഭകൾ നമുക്ക് അത് വർദ്ധിക്കും. ആ ഒരു ബ്യൂട്ടി, ആ ഒരു ഗ്ലോറി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.